അലൈഹി വസല്ലമ തങ്ങളുടെ ഖലീഫന്മാരായിട്ട് ഈ ലോകത്ത് ആ സത്യസന്ദേശം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ആ സത്യമായ സന്ദേശം ഈ ലോകത്ത് വിളംബരം ചെയ്യുകയാണ് മഹാനായ ഹബീബായ നൈബ് ഖുതുബുസ്സമാൻ നിസാമുദ്ദീൻ സുൽത്താൻ ഷാഹി ബാവ മഹാനവറുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സത്യത്തിലേക്കാണ് ഈ ലോകത്തെ നമ്മൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മറയിടാൻ വേണ്ടി ആര് ഏതെല്ലാം നിലക്കുള്ള കുതന്ത്രങ്ങൾ നടത്തിയാലും അത് വില പോവുകയില്ല എന്നുള്ളത് നമുക്ക് വളരെ ശക്തിയായി പറയാൻ സാധിക്കും. കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലം സുൽത്താനിയത്തിന്റെ കാലമാണ്. ആ സുൽത്താനിയത്തിലൂടെ ഈ ലോകത്ത് ആരെല്ലാം നന്നാവണമെന്ന്, ആരെല്ലാം നീതിയിൽ അവരെ സമീപിക്കുന്നുവോ അവർക്ക് ഈ ലോകത്തും രക്ഷപ്പെടാൻ സാധിക്കും, നാളെ പരലോകത്തും രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ള പരമാർത്ഥം നമ്മൾ മനസ്സിലാക്കുകയും ഈ സത്യം തിരിച്ചറിയുകയും ചെയ്യണമെന്നാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അതുകൊണ്ട് എന്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ലതിന് നല്ലതായി മനസ്സിലാക്കുകയും ചീത്തയെ ചീത്തയായി മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വർജിക്കുകയും ചെയ്യാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മനുഷ്യന് ഒരു മുഅ്മിനാകാൻ സാധ്യമല്ല എന്നുള്ള സത്യം അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാമായ ബഹുമാനപ്പെട്ട നൈബ് ഖുതുബുസ്സമാൻ മഹാനവറുകൾ നമ്മളോട് പരിശുദ്ധരായ അലിയും കറമല്ലാഹു വജ്ഹഹു മഹാനവറുകളുടെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളൂ. നമുക്കറിയാം ബഹുമാനപ്പെട്ട ഹബീബായ ഖുതുബുസ്സമാൻ മഹാനവറുകൾ ഇവിടെ പരിശുദ്ധമായ ഖാദിരിയ ത്വരീഖത്തിന്റെ ആലിയായ പരിശുദ്ധമായ സമ്പൂർണമായ ഇസ്ലാമുമായി വന്നപ്പോൾ മഹാനവറുകളെ പരാജയപ്പെടുത്താൻ വേണ്ടി വളരെയധികം ശത്രുക്കൾ നമ്മുടെ കൂടത്തിൽ നിന്ന് തന്നെ, മുസ്ലിമീങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാവുകയുണ്ടായി. ആ സമയത്ത് ഹിജ്റ 600 മുറിഞ്ഞുപോയി തരീഖത്ത് പ്രസ്ഥാനം എന്ന് പറഞ്ഞ് അന്ന് കുറെ പ്രസംഗിച്ചുകൊണ്ട് സദസ്സിൽ ഇരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. മുഹമ്മദ് നബി തിരുമേനിക്ക് സാഹോദര്യം എന്ന മൂല്യത്തിന് കൂടുതൽ ഊന്നൽ നൽകേണ്ടി വന്നു. ഇപ്രകാരം ഇവർ ഓരോ മൂല്യങ്ങൾക്കും ഊന്നൽ നൽകി എങ്കിലും ഇവ ഒന്നും തന്നെ പരസ്പരം വിരുദ്ധമായിട്ട് നിൽക്കുന്നതല്ല, പരസ്പര പൂരകമാണ്. സ്നേഹവും സാഹോദര്യവും അഹിംസയും സത്യവും ഒരു കർത്തവ്യം ഇവിടെ നിൽക്കുമ്പോൾ വളരെയേറെ സന്തോഷം തോന്നുന്നു. കാരണം അത്രയേറെ പവിത്രമായ ഒരു വേദിയിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ഒരു ബോധ്യമുണ്ട്. ആ മഹാന്റെ ജന്മദിനം ഇന്ന് വിപുലമായിട്ട് ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചിരിക്കുന്ന പരിപാടികൾ, അത് നേരത്തെ സ്വാമിജി സൂചിപ്പിച്ച പോലെ സത്യം, നീതി, സമാധാനം, അതിനു വേണ്ടിയിട്ട് നിലകൊണ്ട ആ മഹാന്റെ ജന്മദിനവും ആ സ്കൂളിൻ്റെ വാർഷികവും ആഘോഷിക്കുന്ന ഈ വേളയിൽ ആ മഹാന്റെ കുടുംബത്തിനും മഹാന്റെ മക്കളായ നിസാമുദ്ദീനും കബീറിനും നമ്മളെ അറിയുന്ന ഈ മണ്ണിൽ വന്ന് മഹാന്റെ മുന്നിൽ വന്ന് എന്ത് കാര്യം നമ്മളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് കിട്ടിയിരിക്കുന്ന ഇന്ന് നിസാമുദ്ദീനാണ് അതിന് ചാർജ് കൊടുത്തിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും ഭാവിയിൽ ഈ കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും. പല കാര്യങ്ങളും പല വിഷയങ്ങളും ഇവിടെ പല രീതിയിലുമായി പറയുന്നത് ഞാൻ ഉൾപ്പെടെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഭാവിയിൽ ജനങ്ങൾക്ക് തിരിച്ചറിയുകയും എല്ലാവരും ഒന്നിച്ച് അണിചേർന്ന് ഇതിന്റെ ഒപ്പം നിൽക്കുമെന്നും അതിൽ ഞാൻ നിങ്ങളോട് വാക്ക് തരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഖുർആൻ ഇറങ്ങിയിട്ടുണ്ടെന്ന
അങ്ങനത്തെ അലി റളിയല്ലാഹു തആല അൻഹു തങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഇസ്ലാമില്ല. അലി റളിയല്ലാഹു തആല അൻഹു തങ്ങളെ ബഹുമാനിക്കുമ്പോൾ, ആദരിക്കുമ്പോൾ, അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം കാണിക്കുമ്പോൾ ഷിയായിസമാണ് എന്ന് പറഞ്ഞ് മുദ്ര കുത്താൻ ചിലപ്പോൾ ആളുകൾ വന്നേക്കാം. പക്ഷേ മഹാത്മാവിന്റെ പ്രതിനിധികളാണ് ലോകത്ത് അള്ളാഹുവിനെ അറിയിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ലോകാവസാനം വരെയും അള്ളാഹു നിയമിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ആ കൂട്ടത്തിൽ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തങ്ങളുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന ശിഷ്യനാണ് സയ്യിദുന ഇമാം അലിയുൽ മുർത്തള അലൈഹിസ്സലാത്തു വസ്സലാം. ആ മഹാനവറുകളുടെ ജന്മദിനം റജബ് 23 ഇംഗ്ലീഷ് കണക്കനുസരിച്ച്, റജബ് 13 ഇംഗ്ലീഷ് കണക്കനുസരിച്ച് ഇന്ന് വരികയാണ്. ആ ദിവസത്തിലാണ് നിസാമിയ സ്ഥാപനത്തിന്റെ തുടക്കം കുറിച്ചത്. അതിന്റെ വാർഷികവും എല്ലാം കൂടി ഒരുമിച്ചാണ് നടക്കുന്ന പ്രോഗ്രാമാണിത്. സൂഫികളെ സംബന്ധിച്ച് പറയുമ്പോൾ മഹാനായ അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു, പ്രവാചക വിശുദ്ധ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രമേൽ അടിവരയിട്ട് പറഞ്ഞ വിശുദ്ധ വ്യക്തിത്വം, അറിവിന്റെ വിജ്ഞാനത്തിന്റെ കവാടമായ ഈ അലി മൗലാ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എന്തുകൊണ്ട് നമുക്ക് പാടിത്തരുന്നില്ല, പറഞ്ഞു തരുന്നില്ല, പ്രസംഗങ്ങൾ അത് വരുന്നില്ല? 100 വർഷത്തോളമൊക്കെ ആയിട്ടുള്ളൂ ഇതൊന്നും പറ്റാതായിട്ട് നമ്മുടെ നാട്ടിൽ. ഈ നാട് ഒരുപാട് പാടിപ്പറഞ്ഞ, ഒരുപാട് പ്രകീർത്തിച്ച അലിയാർ തങ്ങളെയും അവിടുത്തെ കുടുംബത്തെയും അഹ്ലു ബൈത്തിനെയും സ്നേഹിച്ചതിന്റെ പേരിൽ ഈ നാട്ടിന്റെ നോമൻക്ലേച്ചറൽ കൾച്ചർ നോക്കിയാൽ മതി, പേരിടൽ സംസ്കാരം തന്നെ നോക്കിയാൽ മതി, ആ പേരിനോടുള്ള ഭവ്യത, അഭിമാനം. നിങ്ങൾ എന്ത് പേര് ചാർത്തിയാലും ശരി, അങ്ങനെ തരീക്കത്തില്ല. ഈ തരീക്കത്ത് എന്ന് പറയുന്നത് മഹാനായ ഗൗസുൽ ആലം ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളിലേക്ക് ചേർക്കപ്പെടുന്ന പരിശുദ്ധമായ ഖാദിരിയ തരീക്കത്ത് ആലിയായ തരീക്കത്താണ്. പരിശുദ്ധമായ റൂഹിയായ വഴിയിലുള്ള തരീക്കത്താണ്. അല്ലാതെ ആലുവ തരീക്കത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു തരീക്കത്തില്ല. അങ്ങനെ നിങ്ങൾ ആലുവ അലി, ഈമാൻ എന്നത്, വിശ്വാസം എന്നത് രൂഢമൂലമായ ആളുകൾക്ക് അലി എന്നത് തന്നെയാണ് നേതാവ്. അത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് അലിയാർ തങ്ങൾ ആരാണെന്ന് കണ്ടറിഞ്ഞ് ജീവിച്ച് കാണിച്ചു തരുന്ന ബഹുമാനപ്പെട്ട നായിബ് ഖുതുബുസ്സമാൻ ഡോക്ടർ ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാഹ് ഖാദിരി ചിസ്തി മഹാനവർകളാണ്. അവിടെ നിന്ന് തുറന്നു വെച്ച വിജ്ഞാനത്തിന്റെ വാതിലാണ് നിസാമിയ വിദ്യാ സംരംഭങ്ങൾ ഓരോന്നും. ഫത്വകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. ഞാൻ വായിക്ക വേണമെങ്കിൽ ഇവിടെ തന്നെ ഇരിപ്പട്ടെ, സമയമില്ലാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഒറ്റൊന്ന് വേണമെങ്കിൽ ഫത്വയുടെ നിലവാരം എന്നൊക്കെ മനസ്സിലായി. ഫത്വ എന്ന് പറയുമ്പോ ഇത് ഇന്ത്യ രാജ്യം ബ്രിട്ടീഷിന്റെ കീഴിൽ, ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ കീഴിൽ പാരതന്ത്ര്യത്തിന്റെ പിടിക്കൂട്ടിൽ അമർന്നു കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ജാതി മതഭേദങ്ങൾക്ക് അതീതമായി വിമോചനത്തിന് വേണ്ടി ഒത്തുചേർന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ചെരുപ്പ് നക്കികളായി നീങ്ങിയ ആളുകളുടെ ഒരു ഫത്വയാണ്. നമ്മുടെ ഇന്ത്യ വൈസ്രോയി ഇർവിൻ പ്രഭു അവർകളും പത്നിയും സർക്കീറ്റിൽ നിന്ന് മടങ്ങി ഡൽഹി പട്ടണത്തിൽ പ്രവേശിക്കുന്ന അവസരത്തിൽ ഏതോ ദുഷ്ടന്മാർ ബോംബ് പ്രയോഗിച്ചതിൽ ഈ യോഗം വ്യസനിക്കുകയും ഭാഗ്യവശാൽ യാതൊന്നും ഫലിക്കാതെ പോയതിൽ അളവറ്റ സന്തോഷത്തെ വെളിവാക്കുകയും ചെയ്യുന്നു. 1930 ഫത്വയാണ്. ബ്രിട്ടീഷ് കക്ഷി ചേർന്നവർക്ക് മാത്രമേ ഈ സംഘടനയിൽ അംഗത്വമുള്ളൂ എന്ന് പറയുന്ന സംഗതി ഞാൻ ഓരോന്നായിട്ട് വായിക്കുന്നില്ല. ഇങ്ങനെ നോക്കുമ്പോൾ ഈ നാടിനെ ഒറ്റുകൊടുത്ത് അതിൻ്റെയൊക്കെ പേരിൽ ഫത്വ ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ 1947 ഓഗസ്റ്റ് 15 എന്ന് പറയുന്ന സംഗതി, ഓഗസ്റ്റ് 15 ആവുന്ന സമയത്ത് ഏതൊരു മനുഷ്യന്റെ ഉള്ളിലും രാജ്യസ്നേഹം കുടികൊള്ളും. അത്തരത്തിൽ കാര്യങ്ങൾ പറയുന്ന സമയത്ത് സ്വാതന്ത്ര്യ സമരം നടത്തിയത് ഈ മലബാർ കലാപം എന്ന് പറഞ്ഞുകൊണ്ട് ചാപ കുത്തപ്പെട്ട ആ സ്വാതന്ത്ര്യ സമരങ്ങളെ മുഴുവൻ മണ്ടത്തരമായിരുന്നെന്ന് ഈ പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞിരുന്നു. ഈ പറയുന്ന കോഴിക്കോടൻ ശരീഅത്തുകാരുടെ നേതാവ്, ജനറൽ സെക്രട്ടറി, ഒരു ചേളാരി ശരീഅത്തുകാരുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞതാണ്.
സ്വാതന്ത്ര്യ സമരം മണ്ടത്തരമായിരുന്നു. കൊടുക്കട്ടെ ഫത്വ, അങ്ങനെ കൊടുത്തൊരു ഫത്വയാണ് സുൽത്താന്റെ വഴി ശരിയല്ല എന്നുള്ളത്. വേണ്ട, ആ ഫത്വക്കാര് എത്ര കുറ്റം പറഞ്ഞാലും അതിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഈ കൂടി നിൽക്കുന്ന ആളുകൾ തന്നെയാണ് സത്യം. എന്തുകൊണ്ടാണ് അവിടെയുള്ള വലിയ വലിയ പോസ്റ്റിലുള്ള ആൾക്കാർ തലയിൽ മുണ്ടിട്ട് മൂടിക്കൊണ്ട് ഇവിടെ കാണാൻ വരുന്നത്? മഹാനവറുകൾ അടുത്ത് വന്നുകൊണ്ട് പരിഹാരം അവിടുന്ന് കിട്ടുന്നില്ല. പ്രസംഗിക്കാൻ അവർ വേദി കൊടുക്കുമായിരിക്കും, ജോലിക്കായിട്ട് മദ്രസകൾ ഒഴിഞ്ഞു കൊടുക്കുമായിരിക്കും. ആത്മീയമായിട്ടുള്ള ഉന്നതിയോ മരണസമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള ഒരു വഴിയോ കൊടുക്കുന്ന ഒരാളെ പറയൂ, ഒരു നേതാവിനെ പറയൂ. ഞാൻ മാത്രമാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങളുടെ അസൽ എന്ന് പറയുന്നത് 1400 വർഷങ്ങൾക്ക് അപ്പുറത്തോട്ട് പോയിട്ടുള്ളതാണ്. ആഘോഷം അതിൻ്റെതാണ്. 1400-ന്റെ അടുത്ത് 100 കളിക്കാൻ നിൽക്കണ്ട. എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ദൈവം ഭൂമിയിൽ ഒരു പ്രതിനിധിയെ വെച്ചുകൊണ്ടാണ് ദൈവിക താല്പര്യങ്ങൾ നടത്തിയിട്ടുള്ളത്. മതങ്ങൾ ഏതായാലും, ഏതു മതമായാലും, ഏതു മതത്തിന്റെയും തത്വങ്ങൾ അധിഷ്ഠിതമായി നോക്കിയാൽ ഈ പ്രാതിനിധ്യത്തിലൂടെയാണ് ദൈവിക വെളിച്ചം ലോകത്ത് കൈമാറുന്നത് എന്ന സത്യം അംഗീകരിക്കുന്നുണ്ട്. അത് ഉപനിഷത്ത് യാഥാർത്ഥ്യങ്ങളാണെങ്കിലും ബൃഹദാരണ്യക ഉപനിഷത്തിന്റെ അകത്ത് വെളിച്ചത്തെക്കുറിച്ച് പറയുന്നില്ലേ? ഉൽപ്പത്തി പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ വെളിച്ചത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ലേ? അതുകൊണ്ട് ഒരുപാട് ഈ ആധികാരികതയും പ്രശ്നങ്ങളും ഒക്കെ തലക്ക് പിടിച്ച് അലി വിരുദ്ധതയുടെ